ഈ 2026 നമ്മൾ ജീവിക്കുമ്പോൾ ലോകം സാമ്പത്തികമായി വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് കേവലം പണം സമ്പാദിക്കൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ സമയത്തിന്മേൽ നമുക്ക് പൂർണ്ണമായ അധികാരം ലഭിക്കുന്ന ഒരവസ്ഥയാണ്. മാസം തോറുമുള്ള ശമ്പളത്തിന് കാത്തു നിൽക്കാതെ, അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളെ ഭയപ്പെടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതിനായുള്ള ആദ്യപടി അത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് നിശ്ചയിക്കുക എന്നതാണ്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, അല്ലെങ്കിൽ 45-ാം വയസ്സിൽ ജോലിയിൽ നിന്നുള്ള വിരമിക്കൽ, ഇങ്ങനെ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം, പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പണപ്പെരുപ്പം അത് നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ മൂല്യം കുറയ്ക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തിക അവബോധം ഒരു കവചമായിട്ട് നിങ്ങൾക്കൊപ്പം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ്. Please subscribe our channel. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ യാത്രയിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് വളരെ വളരെ പ്രധാനമാണ്. നിക്ഷേപങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നാം നമ്മുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റ്, വലിയ വരുമാനമൊക്കെ ഉണ്ടെങ്കിലും അത് എങ്ങോട്ട് പോകുന്നുവെന്ന് കൃത്യമായിട്ട് അവരറിയുന്നില്ല. അവർ ജോലി ചെയ്യുന്നു, അവർക്ക് നന്നായിട്ട് വരുമാനമുണ്ട്, ശമ്പളം വരുന്നു, അതേപടി അങ്ങ് ചിലവായി പോകുന്നു. അവരത് ശ്രദ്ധിക്കുന്നില്ല, അവരറിയുന്നില്ല. ഈ 2026 വർഷം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഓരോ രൂപയുടെയും ചിലവ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഡിജിറ്റൽ ബഡ്ജറ്റിംഗ് ടൂളുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെ ഉപയോഗിക്കണം. ഉദാഹരണത്തിന്, മാസം ഒരു 60,000 രൂപ വരുമാനമുള്ള ഒരു വ്യക്തി 15,000 രൂപ അനാവശ്യ ലക്ഷറി ചിലവുകൾക്കായിട്ട് കളയുന്നുണ്ടെങ്കിൽ നോക്കുക, അത് 10 വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നിക്ഷേപ ലോകത്ത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു കൃത്യമായിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്നതാണ് ആദ്യത്തെ നടപടി. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സമ്പാദ്യം വളർത്താനായിട്ട് നിരവധി നിക്ഷേപ അവസരങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബഡ്ജറ്റിങ്ങിലെ ഗോൾഡൻ റൂൾ, അതായത് 50:30:20 എന്ന ആ ഒരു റൂളാണ്. ഈ ഒരു നിയമം നമ്മുടെ ബഡ്ജറ്റിങ്ങിൽ അത് കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുവരണം. അതൊരു ഗോൾഡൻ റൂളാണ്. അതായത് ഇതിനെക്കുറിച്ച് പലരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടെങ്കിലും പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നവർ വളരെ ചുരുക്കമാണ്. വരുമാനത്തിൻ്റെ പകുതി ഭാഗം, അതാകട്ടെ നമുക്കറിയാം 50%, അത് നമ്മുടെ വീട്ടുവാടക, പലചരക്ക് സാധനങ്ങൾ, വൈദ്യുതി ബില്ല് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ആദ്യമേ തന്നെ മാറ്റിവെക്കണം. ഇനി ബാക്കി 30% നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും മാറ്റിവെക്കരുത്. സോ അത്തരം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും വിനോദങ്ങൾക്കുമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ 80% കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 20% തുക അത് മറ്റെന്തെങ്കിലും, അതായത് മുൻപേ നിക്ഷേപത്തിലേക്കോ അല്ലെങ്കിൽ സമ്പാദ്യത്തിലേക്കൊക്കെ തന്നെ നമ്മൾ മാറ്റണം. അതായത് പണം കയ്യിൽ വരുമ്പോൾ തന്നെ ഈ 20% മാറ്റിവെക്കുന്ന ശീലം വളർത്തിയെടുത്താൽ മാത്രമേ ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയും. ഇനി സാമ്പത്തിക പ്ലാനിങ്ങിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒന്നാണ് എമർജൻസി ഫണ്ട്. ജീവിതം എപ്പോഴും നമുക്കറിയാം പ്രവചനാതീതമാണ്. കാരണം പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന രോഗാവസ്ഥകൾ, ജോലി നഷ്ടം, നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള സമ്പാദ്യത്തെ അത് ഒറ്റയടിക്ക് ഇല്ലാതാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ചുരുങ്ങിയത് 6 മാസത്തെ നിങ്ങളുടെ ആകെ ചിലവിനുള്ള തുക ലിക്വിഡ് ക്യാഷ് ആയിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. ഇതൊരു FD ആയോ അല്ലെങ്കിൽ പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയുന്ന സേവിങ്സ് അക്കൗണ്ടിലോ നിങ്ങൾ ഇടണം. ഇതോടൊപ്പം തന്നെ കുടുംബത്തിലെ വരുമാനമുള്ള വ്യക്തിക്ക് തീർച്ചയായിട്ടും ടേം ഇൻഷുറൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ എല്ലാവർക്കും കൂടി ഒരു നല്ല മികച്ച ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടാകേണ്ടതാണ്. ഈ 2 കാര്യങ്ങൾ ഉറപ്പാക്കണം. അതായത് ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കുടുംബത്തിലെല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടായിരിക്കണം. ഈ കാര്യം ഉറപ്പാക്കുക. പലരും ഇത് അവഗണിക്കും. കാരണം ആശുപത്രി ചിലവുകൾക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ വിൽക്കേണ്ടി വരുന്നത് അത് സാമ്പത്തിക തകർച്ചയുടെ ഒരു തുടക്കമാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് കടങ്ങൾ അഥവാ ലോണുകൾ എന്ന് പറയുന്നത്. ഇന്ന് ലോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ലോണുകൾ എല്ലാവരും എടുക്കുന്നതാണ്. ഈ കടങ്ങൾ അഥവാ ലോണുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ഏറെ നിർണായകമാണ്. ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന ഓഫറുകളിൽ വീഴാതെ നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. കാരണം ഇത് ചവറ് പോലെയാണ് ക്രെഡിറ്റ് കാർഡുകൾ വിതരണം ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഉയർന്ന പലിശയുള്ള ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ, അതിൻ്റെ കുടിശ്ശികകൾ, അതോടൊപ്പം തന്നെ പേഴ്സണൽ ലോണുകളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തീർക്കുക. ഉയർന്ന പലിശയുള്ള ലോണുകൾ ആദ്യം അടച്ചു തീർക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു തുക പലിശ ഇനത്തിൽ നിങ്ങൾക്ക് ലാഭിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി ഇതുപോലെ തന്നെ അനാവശ്യമായ ലോണുകൾ എടുത്ത് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് ഈ 2026 വർഷം സാമ്പത്തിക വിപണിയിൽ വലിയൊരു കെണിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇനി നമ്മൾ നിക്ഷേപത്തിലേക്ക് വരുമ്പോൾ കോമ്പൗണ്ടിങ് എന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. പണം പണിയെടുത്ത് സ്വയം പണം സമ്പാദിക്കുന്ന പ്രക്രിയയാണ്. അതായത് നമ്മൾ ഈ പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ.
ഉദാഹരണത്തിന് നിങ്ങളൊരു 20-ാം വയസ്സിൽ മാസം 2000 രൂപ വെച്ച് നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ 35-ാം വയസ്സിൽ 10,000 രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കുമെന്ന കാര്യം ഓർക്കണം. സമയം അത് പണത്തേക്കാൾ മൂല്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് എത്ര ചെറിയ തുകയാണെങ്കിലും ഉടൻ തന്നെ ഒരു നിക്ഷേപം നിങ്ങൾ നിർബന്ധമായിട്ടും ആരംഭിക്കണം. നിക്ഷേപിച്ച തുകയിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും വീണ്ടും നിക്ഷേപിക്കുന്നതിലൂടെയാണ് വലിയൊരു സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത്. 2026 സംബന്ധിച്ച് നിക്ഷേപ ലോകം കേവലം ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. പണപ്പെരുപ്പത്തെ വെല്ലുന്ന രീതിയിൽ ലാഭം തരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഡെക്സ് ഫണ്ടുകൾ എന്നിവയൊക്കെ തന്നെ അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇക്വിറ്റി മാർക്കറ്റിലെ ചെറിയ കയറ്റിറക്കങ്ങളെയൊക്കെ തന്നെ ഭയപ്പെടാതെ SIP വഴി നിക്ഷേപം തുടരുന്നത് ദീർഘകാലത്തേക്ക് ഗുണകരമാണ്. ഇതിനു പുറമെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ, അതായത് റീറ്റ്സ്, പലർക്കും ഇതിനെപ്പറ്റി അറിയണമെന്നില്ല. അതുപോലെ ഡിജിറ്റൽ ഗോൾഡ് തുടങ്ങിയ ആധുനിക നിക്ഷേപ രീതികളും പോർട്ട്ഫോളിയോ ആയിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഡൈവേഴ്സിഫിക്കേഷൻ വഴി നിങ്ങളുടെ നിക്ഷേപത്തിലെ റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. ഇനി അതുപോലെ വരുമാനത്തിൻ്റെ ഒരു സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്നത് ഇന്ന് വലിയൊരു റിസ്ക്കാണ്. അതുകൊണ്ട് ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. അതായത് നിങ്ങളുടെ പ്രധാന ജോലിക്ക് പുറമേ ആയിട്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രീലാൻസ് വർക്കുകൾ, കൺസൾട്ടിങ് അല്ലെങ്കിൽ ഓൺലൈൻ അസറ്റുകൾ എന്നിവയിലൂടെയൊക്കെ തന്നെ അധിക വരുമാനം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഇവിടെ ഉറങ്ങുമ്പോഴും ഈ വരുമാനം ലഭിക്കുന്ന പാസീവ് ഇൻകം അത് നിങ്ങൾക്ക് ഇത്തരം രീതിയിലൂടെ വികസിപ്പിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ലാഭം തരുന്ന ഓഹരികളിൽ നിന്ന് ഡിവിഡൻഡ് നേടുകയോ ചെയ്യുന്നതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ അധിക വരുമാനം നേരിട്ട് നിക്ഷേപത്തിലേക്ക് മാറ്റുന്നത് വഴി സാമ്പത്തിക സ്വാതന്ത്ര്യം വേഗത്തിൽ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതശൈലിയിലെ ലാളിത്യം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുക. ലൈഫ് സ്റ്റൈൽ ക്രീപ്പ് എന്ന അവസ്ഥയിൽ പെടാതെ നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. അതായത് വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് ചിലവുകളും വർദ്ധിപ്പിക്കരുത്. കാരണം ഉയർന്ന ശമ്പളം കിട്ടുമ്പോഴും പഴയ ചിലവുകൾ നിലനിർത്താനായിട്ട് സാധിച്ചാൽ നമുക്ക് ബാക്കി വരുന്ന വലിയൊരു തുക അത് നിക്ഷേപത്തിലേക്ക് മാറ്റാം. ഇത് നിങ്ങളുടെ സാമ്പത്തികം അത് ഇരട്ടിയാക്കാൻ നിങ്ങളെ സഹായിക്കും. വില കൂടിയ കാറുകളെക്കാളും ഗഡ്ജറ്റുകളെക്കാളും സമാധാനപരമായിട്ടുള്ള ഭാവിക്ക് മുൻഗണന നൽകുക. ഇനി അടുത്തതായിട്ട് നികുതി ആസൂത്രണം, അതായത് ടാക്സ് പ്ലാനിങ്, അത് സാമ്പത്തിക പ്ലാനിങ്ങിലെ മറ്റൊരു പ്രധാന ഘടകമാണ്. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ എത്ര തുക കൈവശം വയ്ക്കുന്നു എന്നതാണ് പ്രധാനം. ഇൻകം ടാക്സ് നിയമങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കി സെക്ഷൻ 80C, 80D തുടങ്ങിയവയൊക്കെ പ്രകാരം ലഭ്യമായ ടാക്സ് ഇളവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. PPF, NPS തുടങ്ങിയ സർക്കാർ പദ്ധതികൾ അവ ടാക്സ് ലാഭത്തിനോടൊപ്പം തന്നെ സുരക്ഷിതമായിട്ടുള്ള റിട്ടേൺസും നൽകുന്നുണ്ട്. വർഷാവസാനം ടാക്സ് പ്ലാൻ ചെയ്യുന്നതിന് പകരം സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കും. സാമ്പത്തിക വിജ്ഞാനം എന്നത് നിർത്താതെയുള്ള ഒരു പഠന പ്രക്രിയയാണ്. വിപണിയിലെ മാറ്റങ്ങളെക്കുറിച്ചും പുതിയ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും നിരന്തരം നമ്മൾ വായിക്കുകയും പഠിക്കുകയും അറിയുകയും അത് കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ മനസ്സിനെ നമ്മൾ കൃത്യമായിട്ട് പാകപ്പെടുത്തണം. വീഴ്ചകൾ ഉണ്ടായാലും ലക്ഷ്യത്തിൽ നിന്ന് യാതൊരു കാരണവശാലും പിന്മാറരുത്. ഇവിടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്, ക്ഷമ ഒക്കെ ഉണ്ടെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് കൈവരിക്കാവുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. Please subscribe our channel.